ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. PSC ബുള്ളറ്റിനിൽ പ്രസിദ്ധീകരിച്ച പൊതുവിജ്ഞാന ചോദ്യങ്ങളാണ് നോക്കാൻ പോകുന്നത്. കറണ്ട് അഫയേഴ്സ് ഉൾപ്പെടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യത്തെ ചോദ്യം, ഇന്ത്യ ചന്ദ്രയാൻ 1 വിക്ഷേപണത്തിന് ഉപയോഗിച്ച വാഹനം ഏതാണ്? ചന്ദ്രയാൻ 1 വിക്ഷേപണത്തിന് ഇന്ത്യ ഉപയോഗിച്ച വാഹനം PSLV-C11. PSLV-C11. താഴെ പറയുന്നവയിൽ 1922 നടന്ന പ്രധാന സംഭവം ഏതാണ്? ചൗരി ചൗര ലഹളയാണ് 1922 നടന്ന പ്രധാന സംഭവം. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ നേത്രദാന ഗ്രാമം ഏത്? ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ നേത്രദാന ഗ്രാമം ഏതാണ്? ചെറുകുളത്തൂർ. ചെറുകുളത്തൂർ. മലയാളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ന്യൂസ് ചാനൽ. മലയാളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ന്യൂസ് ചാനൽ ഇന്ത്യ വിഷൻ ആണ്. ഇന്ത്യ വിഷൻ. അഗ്നിഹോത്രി എന്തിന്റെ വിളയാണ്? അഗ്നിഹോത്രി എന്നത് ആന്തൂര്യമാണ്. ആന്തൂര്യം. അഗ്നിഹോത്രി ആന്തൂര്യം. വനസസ്യങ്ങളുടെ പരിപാലന രീതിക്ക് പറയുന്ന പേരെന്ത്? വനസസ്യങ്ങളുടെ പരിപാലന രീതിക്ക് പറയുന്ന പേര് സിൽവി കൾച്ചർ. സിൽവി കൾച്ചർ. കടൽ ജലത്തിൽ നിന്നും ശുദ്ധജലം വേർതിരിച്ചെടുക്കുന്ന മാർഗം. കടൽ ജലത്തിൽ നിന്നും ശുദ്ധജലം വേർതിരിച്ചെടുക്കുന്ന മാർഗം ഏതാണ്? സ്വേദനം അഥവാ ഡിസ്റ്റിലേഷൻ. ഇന്ത്യയുടെ 47ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായി സ്ഥാനമേറ്റത് ആരാണ്? ജസ്റ്റിസ് SA ബോംദെ. അപ്പോൾ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ആരാണ്? NV രമണ. 48ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ്. എയ്ഡ്സ് ബോധവൽക്കരണത്തിന് വേണ്ടി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ഏത്? ആയുർദളം. ആയുർദളമാണ് എയ്ഡ്സ് ബോധവൽക്കരണത്തിന് വേണ്ടി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി. കേരളത്തിലെ ഏറ്റവും വലിയ പട്ടികവർഗ വിഭാഗം ഏത്? ഏറ്റവും വലിയ പട്ടികവർഗ വിഭാഗം പണിയാനാണ്. പണിയാൻ. ഡോൾഫിൻ പോയിന്റ് സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഡോൾഫിൻ പോയിന്റ് സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോടാണ്. കോഴിക്കോട്. ഇന്ത്യയിലെ നമ്പർ 1 ഓൺലൈൻ എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമായ അൺഅക്കാഡമിയിൽ ഇനി വരാനിരിക്കുന്ന എല്ലാ PSC പരീക്ഷകൾക്കും വേണ്ടിയിട്ട് ഉടനെ തന്നെ കുറച്ച് ബാച്ച് കോഴ്സസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ എല്ലാ PSC പരീക്ഷകൾക്കും ഒഴിച്ചുകൂടാനാവാത്ത ഒരു വിഭാഗമാണ് SCRT. അപ്പൊ SCRTക്ക് വേണ്ടിയിട്ട് ഒരു കംപ്ലീറ്റ് ബാച്ച് കോഴ്സ് 120 ഡേയ്സ് നീണ്ടു നിൽക്കുന്ന ഒരു ബാച്ച് കോഴ്സ് ജനുവരി 19 അൺഅക്കാഡമിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഈ കോഴ്സും അതുപോലെ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യുന്ന എല്ലാ കോഴ്സുകളും ഒറ്റ സബ്സ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് 10% ഡിസ്കൗണ്ടോട് കിട്ടാൻ വേണ്ടി ഞങ്ങളുടെ കോഡായ ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്താൽ മതി. അതുപോലെ ബെവ്കോ LD എക്സാമിന് വേണ്ടിയിട്ട് ഓൾറെഡി ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ കോഴ്സും ഒറ്റ സബ്സ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന റെഫറൽ കോഡ് യൂസ് ചെയ്താൽ 10% ഡിസ്കൗണ്ടും കിട്ടുന്നതാണ്. അതുപോലെ CPO എക്സാമിനും CEO എക്സാമിനും ഡിഫറെൻറ്റ് ബാച്ച് കോഴ്സസ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിനും ജോയിൻ ചെയ്യാവുന്നതാണ്. 10th ലെവൽ എക്സാമിന് വേണ്ടിയിട്ട്, അതായത് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എക്സാമിനെ ഫോക്കസ് ചെയ്തിട്ട് ഓൾറെഡി ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. HSA എക്സാമിന് ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ കോഴ്സുകളും 10% ഡിസ്കൗണ്ടോട് കിട്ടാൻ വേണ്ടി ഞങ്ങളുടെ കോഡായ ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്താൽ മതി. ഓക്കെ. മംഗൾയാൻ വിക്ഷേപിക്കപ്പെട്ട വർഷം ഏത്? മംഗൾയാൻ എന്നാണ് വിക്ഷേപിക്കപ്പെട്ടത്? 2013 നവംബർ 5. 2013 നവംബർ 5-നാണ്. ദ്രവ്യത്തിന്റെ 5ാമത്തെ അവസ്ഥ ഏതാണ്? ദ്രവ്യത്തിന്റെ 5ാമത്തെ അവസ്ഥ ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. കാഴ്ചയെക്കുറിച്ചുള്ള ബോധം ഉളവാക്കുന്ന തലച്ചോറിലെ ഭാഗം ഏതാണ്? സെറിബ്രമാണ് കാഴ്ചയെക്കുറിച്ചുള്ള ബോധം ഉളവാക്കുന്ന തലച്ചോറിലെ ഭാഗം. ഏത് ജീവിയുടെ ശാസ്ത്രീയ നാമമാണ് എക്വസ് ഫെറസ്? എക്വസ് ഫെറസ് എന്നത് ഏത് ജീവിയുടെ ശാസ്ത്രീയ നാമമാണ്? കുതിരയാണ്. കുതിര. അടുത്ത ചോദ്യം, കിരൺ എന്തിന്റെ വിത്തിനമാണ്? കിരൺ എന്നത് വെണ്ടയാണ്. വെണ്ട. ഒളിമ്പിക്സ് മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിതയായ കർണം മല്ലേശ്വരി ഏത് സംസ്ഥാനത്തിലാണ് ജനിച്ചത്? കർണം മല്ലേശ്വരി ആന്ധ്രാപ്രദേശുകാരിയാണ്. ആന്ധ്രാപ്രദേശ്. താഴെ തന്നിരിക്കുന്നവയിൽ ഏത് നിർമ്മിതിയാണ് ബ്രിട്ടീഷ് ആർക്കിടെക്റ്റായ റോബർട്ട് റസൽ രൂപകൽപ്പന ചെയ്തത്? റോബർട്ട് റസൽ രൂപകൽപ്പന ചെയ്ത നിർമ്മിതി താഴെ പറയുന്നവയിൽ ഏതാണ്? ത്രിമൂർത്തി ഭവൻ. ത്രിമൂർത്തി ഭവനാണ്.
ഇന്ത്യയുടെ തെക്ക് വടക്ക് നീളം എത്ര? ഇന്ത്യയുടെ തെക്ക് വടക്ക് നീളം 32-14 കിലോമീറ്റർ ആണ്. 32-14. കിഴക്ക് പടിഞ്ഞാറ് 29-33 കിലോമീറ്റർ. ആധുനിക പരിസ്ഥിതി പ്രസ്ഥാനത്തിന്റെ മാതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി. ആധുനിക പരിസ്ഥിതി പ്രസ്ഥാനത്തിന്റെ മാതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? റേച്ചൽ കേഴ്സൺ. റേച്ചൽ കേഴ്സൺ. കൊതുകിന്റെ ലാർവകളെ വിളിക്കുന്ന പേര്. കൊതുകിന്റെ ലാർവകളെ വിളിക്കുന്ന പേര് റിഗ്ലർ. റിഗ്ലേഴ്സ് എന്നാണ്. ഇന്ത്യ എന്റെ രാജ്യമാണ് എന്ന് തുടങ്ങുന്ന പ്രതിജ്ഞ എഴുതിയത് ആര്? ഇന്ത്യ എന്റെ രാജ്യമാണ് എന്ന് തുടങ്ങുന്ന പ്രതിജ്ഞ എഴുതിയത് പൈതിമാരി വെങ്കിട സുബ്ബറാവു. പൈതിമാരി വെങ്കിട സുബ്ബറാവു. ഇന്ത്യയിലെ ആദ്യത്തെ ബാലസൗഹൃദ ജില്ല. ഇന്ത്യയിലെ ആദ്യത്തെ ബാലസൗഹൃദ ജില്ല ഏതാണ്? ഇടുക്കിയാണ്. ഇടുക്കി. അടുത്ത ചോദ്യം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 1993 ഒക്ടോബർ മാസം 12-ാം തീയതിയാണ്. ഇവിടെ ആ ഓപ്ഷൻ കൊടുത്തിട്ടില്ല. ആക്ട് പാസ്സാക്കിയ ഉത്തരം കൊടുത്തിട്ടുണ്ട്. 1993 സെപ്റ്റംബർ 28. കുട്ടനാട്ടിൽ ആരംഭിച്ച തോട്ടപ്പള്ളി സ്പിൽവേയുടെ പണി പൂർത്തിയായത് എന്ന്? 1954 പണി പൂർത്തിയായി. കൊച്ചി സ്മാർട്ട് സിറ്റി പദ്ധതിയുമായി സഹകരിക്കുന്ന രാജ്യം. കൊച്ചി സ്മാർട്ട് സിറ്റി പദ്ധതിയുമായി സഹകരിക്കുന്ന രാജ്യം ഏതാണ്? ജർമ്മനിയാണ്. ജർമ്മനി. കേരളത്തിൽ മിഡ് ഡേ മീൽ പദ്ധതി ആരംഭിച്ച വർഷം. കേരളത്തിൽ എന്നു മുതലാണ് മിഡ് ഡേ മീൽ പദ്ധതി ആരംഭിച്ചത്? 1984 മുതൽ. പഞ്ചശീല തത്വത്തിൽ നെഹ്റുവിനോടൊപ്പം ഒപ്പുവെച്ച ചൈനീസ് നേതാവ് ആരാണ്? ചൗ എൻലായി ആണ്. ചൈനീസ് പ്രീമിയർ ആയിരുന്നു ചൗ എൻലായി. കശുവണ്ടി വ്യവസായത്തിന് പ്രസിദ്ധമായ കേരളത്തിലെ ജില്ല ഏത്? കശുവണ്ടി വ്യവസായത്തിന് പ്രസിദ്ധമായ കേരളത്തിലെ ജില്ല കൊല്ലം ജില്ലയാണ്. പൂർണ്ണമായും സൗരോർജത്താൽ പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ വിമാനത്താവളം ഏതാണ്? പൂർണ്ണമായും സൗരോർജത്താൽ പ്രവർത്തിക്കുന്ന ലോകത്തിലെ തന്നെ ആദ്യത്തെ വിമാനത്താവളം നെടുമ്പാശ്ശേരി എയർപോർട്ടാണ്. അവസാനമായി മാമാങ്കം നടന്ന വർഷം എന്നാണ്? അവസാനമായി മാമാങ്കം നടന്നത് 1755-ലാണ്. 1755. ശിലകളിൽ അടിസ്ഥാന ശില എന്നറിയപ്പെടുന്നത് ഏത്? ശിലകളിൽ അടിസ്ഥാന ശില എന്നറിയപ്പെടുന്നത് ആഗ്നേയ ശില. ആഗ്നേയ ശിലയാണ്. കേരളത്തിൽ വിമോചന സമരം നടന്ന വർഷം എന്നാണ്? കേരളത്തിൽ വിമോചന സമരം നടന്നത് 1959-ലാണ് കേരളത്തിൽ വിമോചന സമരം നടന്നത്. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം നിലവിൽ വന്ന വർഷം എന്നാണ്? ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം നിലവിൽ വന്നത് 2005-ലാണ്. 2005. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ആരംഭിച്ച പത്രം ഏത്? ഗാന്ധിജി ഏത് പത്രമാണ് ദക്ഷിണാഫ്രിക്കയിൽ ആരംഭിച്ചത്? ഇന്ത്യൻ ഒപ്പീനിയൻ. ഇന്ത്യൻ ഒപ്പീനിയൻ. പട്ടികജാതി ജനസംഖ്യ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ഏത്? പട്ടികജാതി ജനസംഖ്യ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശാണ്. പട്ടികവർഗം ചോദിച്ചാൽ ഏതാണ്? അത് മധ്യപ്രദേശാണ്. മെയിൻ സെൻട്രൽ റോഡ് അഥവാ MC റോഡ് ഏതൊക്കെ സ്ഥലങ്ങളെ തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത്? MC റോഡ് ഏതൊക്കെ സ്ഥലങ്ങളെ തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത്? തിരുവനന്തപുരം, അങ്കമാലി. തിരുവനന്തപുരം, അങ്കമാലി. ഇന്ത്യയിൽ 1000, 500 കറൻസി നോട്ടുകൾ നിർത്തലാക്കിയത് എന്നാണ്? ഇന്ത്യയിൽ 1000, 500 കറൻസി നോട്ടുകൾ എന്നാണ് നിർത്തലാക്കിയത്? 2016 നവംബർ 8. 2016 നവംബർ 8. മാർബിളിന്റെ രാസനാമം എന്താണ്? മാർബിളിന്റെ രാസനാമം കാൽസ്യം കാർബണേറ്റ്. കാൽസ്യം കാർബണേറ്റ്. അവസാനത്തെ ചോദ്യം, പഞ്ചസാരയിൽ അടങ്ങിയിട്ടില്ലാത്ത മൂലകം ഏതാണ്? പഞ്ചസാരയിൽ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ ആണ്. നൈട്രജൻ ആണ് അടങ്ങിയിട്ടില്ലാത്തത്. ഓക്കെ, അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഫസ്റ്റ് കമന്റ് ആയിട്ട് ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, ജോയിൻ ചെയ്യുക. വീണ്ടും കാണാം. താങ്ക് യു.